ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് അസർബൈജാനിലുള്ള ബാക്കുവിലുള്ള. അപ്പം ആദ്യം തന്നെ നമ്മളിപ്പോൾ പോയിരിക്കുന്നത് കുബുസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട്. ഇവിടെ മെയിനായിട്ടും ഈ സ്റ്റോൺ ആർട്ടിലെ പണ്ടത്തെ നമ്മളുടെ പുരാതന മനുഷ്യർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കോരി വയ്ക്കുമില്ലായിരുന്നു, അതിൻ്റെ ആ റോക്ക് ആർട്ട്, ആ സംഭവങ്ങളാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ളത്. ഇന്ന് മൊത്തത്തിൽ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്ന കൊബുസ്ഥാനും മഡ് വോൾക്കനോ ഉണ്ട്, പിന്നെ ഫ്ലെയിം മൗണ്ടെയിൻ ഉണ്ട്, ഇവിടെ എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ മ്യൂസിയത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. മ്യൂസിയത്തിൽ ഓരോ സ്ഥലത്തും അവർ ഓരോരോ സബ്ബായിട്ടാണ് വിട്ടേക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കയറിയിരിക്കുന്ന ഹെറിറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് ഈ ഒരു മ്യൂസിയം അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം പണ്ടത്തെ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, അവരെന്തൊക്കെയാണ് അതിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വേണ്ട ആ ടൈപ്പ് ഡീറ്റെയിൽ. കൂടാതെ ഇതുപോലെ ഓരോരോ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്. ഇതിപ്പം റോക്ക് ആർട്ട് വേൾഡിൽ എവിടെയൊക്കെയാണ് ഉള്ളത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എങ്ങനെയാണ്, പിന്നെ റോക്ക് ആർട്ട് എങ്ങനെയായിരുന്നു അവർ കണ്ടുപിടിച്ചപ്പം അതിൽ എങ്ങനെയൊക്കെയാണ് അവർക്ക് കിട്ടിയ പിക്ചേഴ്സ്, അതൊക്കെ ക്യാപ്ചർ ചെയ്ത് അവിടെ ഒരു ഇതിൽ സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു എൻവിറോൺമെൻറ്റ് ചേഞ്ച് ആയതിനനുസരിച്ച് അവിടെ ആ ഒരു ഖുബുസ്ഥാൻ എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ വന്ന ചേഞ്ചസ്, അതായത് പണ്ടത്തേൽ നിന്ന് ഓരോരോ സെഞ്ച്വറീസ് വൈസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവിടുത്തെ അവിടെ ആനിമൽസിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം എങ്ങനെയായിരുന്നു പലതും ഇപ്പോൾ ഇല്ല, അന്നേരം അതൊക്കെ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്ന അതിനെ അവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഒരു ആനിമൽസിനെയൊക്കെ 3D ഫോമിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഭംഗിയുണ്ട്. എന്നാൽ അതായത് മെയിനായിട്ട് ഈ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് കയറിയപ്പോൾ ഇത് ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പണ്ടത്തെ ആ ഒരു ഓട്ടുപാത്രം, അതുപോലെ കലം, ഇതൊക്കെ രൂപാന്തരപ്പെട്ട് വരുമ്പം അതെങ്ങനെയായിരുന്നു, അതിൻ്റെ ആ സബ്ബൈ എന്തൊക്കെയാണ് അവിടെ ആദ്യം കണ്ടുപിടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, അതിനെ ഈ റോക്ക് ആർട്ടിൽ അവർ എങ്ങനെയാണ് അതൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ആ ഡീറ്റെയിലൊക്കെയാണ്, ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇവിടെ ഇപ്പം കാണിച്ചിരിക്കുന്നത് ആ ഒരു നമ്മളുടെ ലെയേഴ്സ്, ഓരോരോ ലെയേഴ്സ് എന്നതൊക്കെയാണ്, അത് എത്രത്തോളം അവർ കുഴിച്ച് ഉള്ളിലേക്ക് എടുത്തപ്പോൾ എന്തൊക്കെ കിട്ടി, ആ ഡീറ്റെയിൽസൊക്കെ. അതിപ്പം അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്, ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ടൈം, എങ്ങനെ ആ ഓരോ ടൈമിൽ എന്തൊക്കെ ഡിഫറൻസ് വന്നു, അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേ, ഇതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് ആ ഓരോരോ സെഞ്ച്വറി വൈസ് തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും, അത് നമുക്ക് ഇത് മെയിനായിട്ടും കൂടുതൽ നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ നമുക്കൊരു ഡിസ്പ്ലേ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ രീതിയിൽ അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാം നിന്ന് വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതിലുണ്ടായിരുന്നത്. ഇതേ ഗോബുസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവർ കണ്ടുകിട്ടിയ കുറേ പാത്രങ്ങൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിപ്പം ബ്രൗൺ സേജായി, അതായത് ആ മേലെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാം നമുക്ക് ഏതൊക്കെ കാലയളവിൽ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത്. ഇതിപ്പം അയൺ ഏജിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ സെഞ്ച്വറീസും എഴുതിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പോകുന്നതെന്ന് പറഞ്ഞാൽ പുരാതന മനുഷ്യരുടെ ലൈഫ് സ്റ്റൈല്, അത് എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് അവരുടെ എല്ലാം, അതായത്
ആദ്യകാലം മുതൽ ഇപ്പോഴത്തെ കറണ്ട് എറ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡിസ്പ്ലേ ആയിട്ടും അവിടെ നോട്ട്സ് ആയിട്ടും കാര്യങ്ങളെല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പുരാതന മനുഷ്യരുടെ ആ ഒരു യുഗം ഉണ്ടല്ലോ, ആ ഒരു ഇത് അവിടെ ഒരു പുരാതന മനുഷ്യനെ പോലെ ഒരു രൂപമൊക്കെ അവരുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനൊക്കെ അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. പിന്നെ ഇവിടെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവർ എങ്ങനെയൊക്കെയാണ് ആയുധങ്ങൾ ഷാർപ്പൻ ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായേ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റിയൽ റോക്ക് ആർട്ട്, അവരുടെ പണ്ടത്തേത് കിട്ടിയ റോക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഓരോ ഗ്ലാസിൻ്റെ തിറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് ഓരോന്നും അതിന് എന്താണ് അതുകൊണ്ട് മെൻഷൻ ആക്കുന്നത്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് താഴെ ഒരു നോട്ട് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ആർട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഓരോ ലിപി എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ആ ഒരു ആർട്ട് അത് എന്തിനെ ഏത് സ്പീഷീസിനെ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഈ ഒരു വാളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് അവർ ആ കൊത്തുപണികൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേയാണ് ഇവിടെയുള്ളത്. അതൊരു LED വോളിലും അവരത് കല്ലിൽ ഇങ്ങനെ കോരിയെടുക്കുന്നത് പോലെയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ കുറേ ഹട്ട് അവർ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ മൃഗങ്ങൾ തലയോട്ടിയൊക്കെ പോലെയും അങ്ങനെയൊക്കെ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഹാങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ ഒക്കെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും. അപ്പം അതിനു വേണ്ടി നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇതൊക്കെ അതിനെ എന്താ പറയണ്ടേ, ആ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഖുബുസ്ഥാൻ്റെ റോക്ക് ആർട്ട് കൾച്ചർ ലാൻഡ്സ്കേപ്പാണിത്. ഇവിടെ ശരിക്കും എന്നാന്ന് വെച്ചാൽ ഇത് ഈ ഒരു അതായത് ആ കല്ലിൽ പണ്ടത്തെ കാലത്ത് കാര്യങ്ങളെല്ലാം കൂടുതൽ ഇവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ലാൻഡ്സ്കേപ്പ് ശരിക്കും അസർബൈജാൻ്റെ സെമി ഡെസേർട്ടിൻ്റെ ഒരു 1/3 ഭാഗത്തോളം ഈ ഒരു ഏരിയ കവറായിട്ടുണ്ടെന്ന് അവർ പറയപ്പെടുന്നത്. അതിൽ തന്നെ 6000-ഓളം ഈ കല്ലിൽ ഈ കോറി റോക്ക് ആർട്ട് ഉണ്ടല്ലോ, ഇങ്ങനത്തെ എൻഗ്രേവിങ്സ് അവർക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു 40,000 വർഷങ്ങൾ മുന്നേ വരെയുള്ള റോക്ക് ആർട്ടൊക്കെ ഇവിടുന്ന് കണ്ടു കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിങ്ങനെ കുറേ ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ പുറപ്പെട്ടു. ഇത് കണ്ടോ, അവിടെ ഉണ്ടായിരുന്ന ഒരു മൾബറിയുടെ മരമാണ്. നമ്മളെ നാട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞ് ചെടികളായിട്ടല്ലോ, ഇത് മരം പോലെ മൾബറിയൊക്കെ അവിടെ ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് അടുത്ത് നമ്മൾ കാണാൻ പോയത് മഡ് വോൾക്കൈനോയാണ്. അതായത് എന്താ പറയണ്ടേ, ചെളി വാൾക്കൈനയുടെ അകത്തുനിന്ന് ഇങ്ങനെ വരുന്നതായിട്ട്. അതിന് ശരിക്കും നമ്മളെ പകുതി വഴിക്ക് നിർത്തിയിട്ട് അവിടുന്ന് ഒരു ലോക്കൽ ടാക്സി പോലത്തെ വേറൊരു വണ്ടിക്ക് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് ടാക്സി സർവീസ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നടന്നുകൊണ്ടുണ്ട്. കാരണം അവിടെ റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുബായ് സഫാരി പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകില്ലേ, ആ ഒരു എഫക്റ്റായിരുന്നു ഈ വണ്ടിയിൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു യാത്ര. ഇതിപ്പം നമ്മൾ അവിടെ എത്തി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ വോൾക്കൈനോ പോലെ, അതായത് നമ്മുടെ അഗ്നിപർവ്വതത്തിൽ നിന്ന് തീ വരുന്ന ലാവ വരുന്ന പോലെ ഇവിടെ ചെളിയാണ് വരുന്നത്. അത് ശരിക്കും എങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഭൂമിയുടെ അടിയിൽ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ചൂടായിട്ട് അതും മിനറൽസും കൂടെ മിക്സായിട്ട് അത് ഇതുപോലെ ചെളി രൂപത്തിൽ പുറത്തോട്ട് വരിക ചെയ്യുന്നത്. ഇവിടെ ശരിക്കും
ഇത് ലാവ, അതായത് വോൾക്കനോ ആണെങ്കിലും ഇവിടെ അത്ര വലിയ ചൂടില്ല. പക്ഷേ ഈ വരുന്നത് ഒരു ഗ്യാസും ഇതിൻ്റെ ഈ ചെളിയെല്ലാം കൂടെ ആയതുകൊണ്ട് അവിടെ കത്തിച്ചിട്ടുണ്ട്, തീ കത്തും. കാരണം മിനറൽസ്, അത് ഗ്യാസ് അതിൻ്റെ അകത്തുനിന്ന് ഫോം ആവുന്നുണ്ട്. അതായത് 86% മിഥെയിനാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡും നൈട്രജനും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കത്തും. പിന്നെ ഈ ഒഴുകി വരുന്ന ഈ ഒരു ചെളി പോലത്തെ ഇതില്ലേ, അത് ശരിക്കും നമുക്ക് എടുത്ത് അവിടെ ദേഹത്തൊക്കെ തേച്ച ആൾക്കാർ അത് എന്തോ സ്കിന്നിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. ഈ ഒരു മിനറൽസ് എല്ലാം കൂടെ മിക്സായിട്ട് അങ്ങനെ മഡ് ബാത്ത് ചെയ്യുന്നവരുണ്ട്. അവിടെ തന്നെ കുറേ പേര് കുപ്പിക്കകത്തൊക്കെ ആക്കിയിട്ട് ഇതെടുത്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇവിടെ ആ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് എനിക്ക് തന്നെ ഇനിയിപ്പം നമ്മളെ കൊണ്ടുപോകുന്ന റെസ്റ്റോറൻറ്റ്സ് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അതായത് അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പോയ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ അവരുടെ കാർപ്പറ്റ്, ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കാർപ്പറ്റ്. കാരണം ഇവിടെ കാർപ്പറ്റിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം കാർപ്പറ്റ്, അതുപോലെ അവരെ ആ ഒരു ഇതിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊമഗ്രനേറ്റിൻ്റെ ട്രീ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഇത് കണ്ടു, ഈ ട്രീ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയെന്ന് പറഞ്ഞാൽ അവിടെ പൊമഗ്രനേറ്റ് ഒരുപാടുണ്ട്. പിന്നെ നമ്മളവിടെ ഓർഡർ ചെയ്ത സംഭവം ഇതായിരുന്നു. അതായത് കബാബിൻ്റെ ഒരു പ്ലേറ്റ്, കബാബ് എന്നുള്ള അവർ ചെബാബ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ സാധാരണ മിക്കപ്പോഴും നമ്മൾ പുലാവ് ഇവിടുന്ന് ഓർഡർ ആക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതിപ്പം കുനാഫ വിത്ത് ഐസ്ക്രീം, ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിച്ചപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു. ഇതിന് മുന്നത്തെ ഒന്നും ഇത്രയും അങ്ങ് ഒത്തില്ല ഫുഡുകളൊന്നും. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി അടുത്ത സ്ഥലം നമ്മൾ പോയത് ഫയർ മൗണ്ടെയിനാണ്. ഫയർ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ തീ നാച്ചുറലി കത്തിക്കൊണ്ടിരിക്കുന്നു. അതിനും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ അത് ഇവിടെ ഫയർ മൗണ്ടെയിനും ഉണ്ട്, ഫയർ ടെമ്പിളുണ്ട്. നമ്മൾ ഫയർ ടെമ്പിളിൽ പോയില്ല, കാരണം ഫയർ ടെമ്പിളിൽ ഇപ്പം നാച്ചുറലായിട്ടുള്ള ഇത് തീ അല്ല കത്തുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ അവർ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ പോയില്ല. ഇതാണ് ഫയർ മൗണ്ടെയിൻ്റെ തീ കത്തുന്ന സ്ഥലം. ആ തീ കത്തുന്നുണ്ടല്ലോ, മഞ്ഞാണേലും മഴയാണേലും ഒക്കെ ആ തീ അവിടെ കത്തിക്കൊണ്ടുണ്ടാവും നാച്ചുറലായിട്ട് തന്നെ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തുനിന്ന് നാച്ചുറലായിട്ടുള്ളൊരു ഗ്യാസ് വരുന്നുണ്ട്. ആ ഗ്യാസും കൊണ്ട് തീ കത്തുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ അസർബൈജാൻ എന്നറിയപ്പെടുന്നതേ ദ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് ഈ നാട്ടുകാരതിനെ വിളിക്കുന്നത്. കാരണം ഈ തീക്ക് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടില്ലേ, മറ്റവരാ മോണ്യുമെൻറ്റിൽ അവിടെ അവർ തീ കത്തിച്ച് സ്ഥിരമായിട്ട് അത് ആർട്ടിഫിഷ്യലായിട്ട് ഗ്യാസ് വിട്ട് അതിൽ നിന്ന് കത്തിക്കുന്നതാണ്. ഇതിപ്പോൾ നാച്ചുറലായിട്ട്. അതുപോലെ ഫയർ ടെമ്പിളിലും നാച്ചുറലായിട്ടേ കത്തുന്നുണ്ടായിരുന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അത് കെട്ടതിന് ശേഷമാണ് അവർ അല്ലാണ്ട് കത്തിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതൊക്കെയായിരുന്നു അപ്പം അന്നത്തെ നമ്മൾ കണ്ട വിശേഷങ്ങൾ. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ താഴത്തിന് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് അവിടുന്ന് ചെറുതായിട്ടൊരു സ്നാക്സൊക്കെ ഓർഡറാക്കി കഴിച്ചു കേട്ടോ. പിന്നെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവിടെ ഈ സീസൺ ഡേ ആയിരിക്കും ചിലപ്പം രാത്രി ആവണമെങ്കിൽ 8:30-9 മണിയൊക്കെ ആവണം. അതുപോലെ നേരം വെളുക്കുന്നതിന് രാവിലെ 5 മണി 5:30-ക്കൊക്കെ നേരവും വെളുക്കും. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മളുടെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്